ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു ദിനത്തിലേക്ക് സുപ്രഭാതം പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ വെരി 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 ഗുഡ് മോർണിംഗ് ആഗോള മലയാളികളെ. ഒരു മണിക്കൂർ മുൻപ് എഴുന്നേൽക്കിൻ, നടക്കിൻ, ചീത്തശീലങ്ങൾ ഉപേക്ഷിക്കിൻ. എന്റെ മാനസിക ശാരീരിക ആരോഗ്യം എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ലോകത്തിൽ ഒരു ശക്തിക്കും അതിനെ തകർക്കാനാവില്ല എന്ന പ്രഖ്യാപനത്തോടെ ഞങ്ങൾ ആരംഭിക്കുന്നു മോർണിംഗ് വാക്ക്. അപ്പോ ഇന്ന് ദിവസം എല്ലാവർക്കും അറിയാം, 2024 ഡിസംബർ ഇന്ന് എത്രയാ പറഞ്ഞു ഡിസംബർ 5 വ്യാഴാഴ്ചയാണ്. മലയാളം നോക്കിക്കഴിഞ്ഞാൽ കൊല്ലവർഷം 1200, വൃശ്ചികം 20 ആണ്. അപ്പൊ ഒരു നല്ല ദിനമായിരിക്കട്ടെ ഇന്നത്തെ വ്യാഴാഴ്ച എന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് എവിടെയാണ് ഉള്ളത് എന്നറിയണ്ടേ. ഇന്ന് മോർണിംഗ് വാക്കിനായി നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ചിറ്റേക്കര ബണ്ട് റോഡിനാണ്. കളമശ്ശേരി നഗരസഭയ്ക്ക് കീഴിലുള്ള ഒരു ബണ്ട് റോഡാണിത്. അപ്പം അതിലേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ കഴിയുന്നു വരില്ല, കാരണം ഇങ്ങനെ നേരം പൊട്ടി വിടരുന്നതേ ഉള്ളൂ. അപ്പൊ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, വാർത്തകൾ അറിയാനുണ്ട്. അപ്പൊ ഒരു സൂപ്പർ പ്രഭാതം ഒരിക്കൽ കൂടി മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. യെസ്, അപ്പോ നമ്മുടെ മോർണിംഗ് വാക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നടന്നു തുടങ്ങുന്നു, നിങ്ങളും നമുക്കൊപ്പം നടക്കാനുണ്ടെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. ശരിക്കും പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്ന് നമുക്ക് നോക്കണം, അല്ലെ? കാരണം കുറെ പ്രേക്ഷകർ നമ്മുടെ മോർണിംഗ് വാക്ക് ഓൺ ചെയ്തിട്ട് കയ്യിൽ പിടിച്ച് നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടാണ് നടക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മള് വാർത്തകളുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ഇന്ന് മോർണിംഗ് വാക്കിൽ നമ്മളത് ചിറ്റേക്കര ബണ്ട് റോഡിലാണ്. മനോഹരമായ ഒരു പ്രദേശമാണ്. പക്ഷേ ഇപ്പോ ഈ പറയുന്നത് പോലെ നല്ല കോടയുണ്ട്, അത്യാവശ്യം ഇരുട്ടാണ്, സൂര്യനൊക്കെ ഇങ്ങനെ പതിയെ വരുന്നേ ഉള്ളൂ. സൂര്യൻ ഇന്ന് മറഞ്ഞിരിക്കില്ലല്ലോ, അല്ലേ? ഇല്ല, ഹാഷ്മി അന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ സൂര്യനെ ഇതുവരെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോയാലോ സൂര്യൻ വരുന്നത് വരെ? തീർച്ചയായിട്ടും അവിടെ സൂര്യൻ വന്നു എന്ന് നമുക്ക് നോക്കാം. അവിടെ വിനീത ബീജ് തയ്യാറായി നിൽക്കുന്നുണ്ട്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. അവിടെ സൂര്യനൊക്കെ വന്ന് എന്താണ് പറയാ, പകലൊക്കെ ആയി മാറിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ വിനീത? അപ്പം ഒരു പ്രതീക്ഷയുള്ള വാർത്ത നമുക്കിന്ന് അവിടെ നിന്ന് പങ്കുവെക്കാനും ഉണ്ടല്ലോ. അതായത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം, അതിലൊരു സഹായത്തിന്റെ പ്രഖ്യാപനം, അത് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നുള്ള പ്രതീക്ഷ കേരളത്തിനെല്ലാം ഉണ്ട്, അല്ലെ? കഴിഞ്ഞ ദിവസമാണ് MP-മാരെല്ലാം അമിത്ഷായെ കണ്ട് ഈ നിവേദനം നൽകിയത്. എത്ര കൂടിയാ? 2200 കോടിയോളം രൂപയാണ് കേരളം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒപ്പം തന്നെ ഒരു കാര്യം കൊണ്ടുണ്ട് വിനിത, ഒരു കാര്യത്തിൽ കൂടെ, കാരണം ഇത് അതീവ ഗുരുതര സ്വഭാവമുള്ള ദുരന്തത്തിന്റെ പട്ടികയിലേക്ക് ഇന്നലെ കേന്ദ്ര മന്ത്രിസഭ മാറ്റി എന്ന ഒരു വാർത്ത കൂടെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സഹായം ലഭിക്കുന്നത് അതിനെ കൂടുതൽ എളുപ്പമാക്കുമോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നല്ല മഞ്ഞുകാലം ഇങ്ങനെ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പുലർച്ചയിൽ ഇങ്ങനെ അധികം ആളുകളൊന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങാറില്ല. ഇവിടെ വായുമലിനീകരണമൊക്കെ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ മോർണിംഗ് വാക്കിനൊക്കെ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആളുകൾക്ക് ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയാം. ഈ മഞ്ഞുകാലം ആയതുകൊണ്ട് തന്നെ ഒരു 7-7:30 കഴിയണം നമ്മുടെ കേരളത്തിലേക്ക് രീതിയിൽ ഒരു വെളിച്ചമൊക്കെ ഇവിടെ ഉണ്ടാകണമെങ്കിൽ. ഇനി ആ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ 2221 കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും 24 MP-മാർ ചേർന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ കേരളത്തിന്റെ നിവേദനം MP-മാർ കൈമാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത്, ഇതുവരെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നയാ പൈസ പോലും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന ഈ ആളുകളുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് ഒരു പോസിറ്റീവായ തരത്തിൽ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അത്തരം സന്ദർശനം അത് കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയായിട്ടും ഒരു സഹായവും ലഭ്യമായിട്ടില്ല. ആളുകൾക്ക് വീടുകൾ നഷ്ടമായി. ഇങ്ങനെ ഈ വയനാട് നേരിട്ട ദുരന്തം അത് വലിയ രീതിയിൽ തന്നെ വളരെ വ്യക്തമായി തന്നെ ആ നിവേദനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് അടിയന്തരമായി സഹായം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഈ MP-മാരുമൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്, അമിത്ഷാ പറഞ്ഞത് ഈ കാര്യത്തിൽ താൻ പരിശോധിച്ച് ഇന്ന് വൈകിട്ട് മറുപടി നൽകാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഈ അതിതീവ്രമായിട്ടുള്ള വിഭാഗത്തിൽ ഇതിനെ ഉൾപ്പെടുത്തുക, ഈ ദുരന്തത്തെ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അത് പരിശോധിച്ചതിന് ശേഷം മാത്രം അക്കാര്യത്തിൽ താനൊരു വിവരം എന്താണെങ്കിലും നൽകാം എന്നാണ് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡേറ്റകൾ ഇപ്പോൾ തന്റെ കൈവശമില്ല. അത് താൻ പരിശോധിക്കട്ടെ, അതിനുശേഷം മറുപടി നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതേസമയം ഒരു ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ MP-മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അതിനുശേഷം മാത്രമായിരിക്കും അറിയാൻ കഴിയുക. കാരണം ഇന്നലെ ഹാരിസ് ബീരാൻ നൽകിയ ചോദ്യത്തിന് കേന്ദ്രം നൽകിയ മറുപടിയും ഈ ദുരന്ത നിവാരണത്തിന്റെ ഒരു പ്രാഥമിക ഉത്തരവാദിത്തം അത് സംസ്ഥാനത്തിന് തന്നെയാണുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള പിന്തുണ നൽകുക മാത്രമാണ് കേന്ദ്രം ചെയ്യുന്നതെന്നാണ്. എന്താണെങ്കിലും 2221 കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി വിനീത, അപ്പോൾ ഒരു നല്ല ദിനം വിനീതക്ക് ആശംസിക്കുന്നു. ഒരു എന്താ പറയാ, ഒരു ഫ്രഷ് ആയിട്ട് നമ്മുടെ
മോർണിംഗ് വാക്കിൽ തന്നെ വന്നതിൽ ഇന്ന് നല്ല ദിനമായിരിക്കും എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. മാത്രവുമല്ല നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റുമായിട്ട് വിനീത താമസിയാതെ വരുമെന്ന് പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. മോർണിംഗിൽ ആ പോസിറ്റീവ് ചിന്തയോടുകൂടെ വിനീതയെ നമുക്ക് വിടാം. അപ്പൊ കേന്ദ്ര സഹായം എവിടെ നിന്നാണോ വരേണ്ടത്? ഡൽഹിയിൽ നിന്നാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടുത്തെ എന്താണ് അപ്ഡേറ്റ് ഉള്ളത്? എങ്ങോട്ടാണ് സഹായം വേണ്ടത്? സ്വാഭാവികമായിട്ടും വയനാട്ടിലേക്കാണ് അല്ലെ? അതായത് എത്തേണ്ടത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിസഭ മന്ത്രിമാർ അതുവഴി വയനാട്ടിലേക്ക് വരണം. അപ്പൊ എന്തായാലും ഇന്ന് ഈ കേന്ദ്ര സഹായം എന്നെ വൈകുന്നത് LDF വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തുന്നുണ്ട്. കാരണം കേന്ദ്ര സഹായം വൈകാനുള്ള കാരണമായി പറയുന്നത് ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡ പ്രകാരം മാത്രമേ ചെയ്യാൻ കഴിയൂ. ആ മാനദണ്ഡങ്ങളൊക്കെ മാറ്റിയത് UPA സർക്കാരാണ് എന്നാണ് NDA സർക്കാർ പറയുന്നത്. അങ്ങനെ അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറുന്നുണ്ട്. അപ്പോഴാണ് LDF ഇതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിഷേധിക്കാൻ രംഗത്ത് വരുന്നത്. ഇന്ന് വലിയ ഒരു പ്രതിഷേധ മാർച്ചാണ് LDF പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാജ്ഭവനിലേക്ക് മാർച്ചുണ്ട്, മറ്റ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലെയും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വന്നുണ്ട്. ഉമേഷ്, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും ഡൽഹിയിൽ നിന്ന് ഒരു ശുഭവാർത്ത ഇന്ന് എത്തിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. പക്ഷേ പ്രതിഷേധം ഇന്ന് കേരളത്തിലുണ്ടാകും. ഏത് തരത്തിലാണ് ഈ പ്രതിഷേധം സജ്ജമാക്കിയിരിക്കുന്നത്? CPIM സംസ്ഥാന സെക്രട്ടറി തന്നെയാണല്ലോ അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പ്രജിൻ, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും തിരുവനന്തപുരത്ത് ഇന്ന് വലിയൊരു സമരം നടക്കാൻ പോവുകയാണ്. വയനാട് ദുരന്തത്തിൽ ഇതുവരെ കേന്ദ്ര സഹായം ലഭിച്ചില്ല. പലതവണ രാഷ്ട്രീയമായി തന്നെ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ അതിന് ഒരു കൃത്യമായ മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എന്തായാലും അതിൽ കൃത്യമായി പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇന്ന് രാജ്ഭവനിലേക്ക് LDF മാർച്ച് നടത്തും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ് രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. വലിയ ഒരു പ്രതിഷേധ റാലി തന്നെയായിരിക്കും നടക്കാൻ സാധ്യത. വലിയ ഒരു ജനപങ്കാളിത്തവും ഇതിലുണ്ടാകും. ജില്ലാ കേന്ദ്രങ്ങളിൽ, അതായത് ജില്ലാ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും LDFന്റെ നേതൃത്വത്തിൽ മാർച്ചുണ്ടാകും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ ശക്തി പ്രകടനത്തോടു കൂടി തന്നെയായിരിക്കും ഇന്നത്തെ മാർച്ചുകൾ ഉണ്ടാവുക. എന്തായാലും പ്രതിഷേധം അത്രത്തോളം ശക്തമായി തന്നെ കേന്ദ്രത്തെ അറിയിക്കുക. ഒപ്പം ഈ തീരുമാനം എടുക്കാൻ പോകുമ്പോൾ വലിയൊരു ശുഭവാർത്ത പ്രതീക്ഷിക്കുന്നു. കേരളം ആവശ്യപ്പെട്ട അത്രയും തുക കിട്ടിക്കഴിഞ്ഞാൽ വയനാടിന് വലിയ കൈത്താങ്ങുമാണ്. എന്തായാലും അത് വലിയ പ്രതിഷേധമായി, വലിയ ജനവികാരമായി തന്നെ അറിയിക്കേണ്ടതുണ്ട്. ആ ഒരു രാഷ്ട്രീയം ഉൾക്കൊണ്ട് തന്നെയായിരിക്കും ഇന്നത്തെ പ്രതിഷേധം. പ്രജിൻ, ക്രിസ്റ്റീന. ശരി ഉമേഷ്. അപ്പൊ ഉമേഷ് ബാലകൃഷ്ണനാണ് അതിന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ. അതിലൊരു അനുകൂല തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. കാരണം അത്രമേൽ ഒരു വലിയ ദുരന്തം അത് ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും ചുരലുമയിലും ഉണ്ടക്കയിലും ഒക്കെ. അപ്പൊ ഈ വളരെയധികം ആവശ്യമാണ് ഈ തുക നമുക്ക് ഈ ഘട്ടത്തിൽ. ഇനി നമുക്ക് ഹൈദരാബാദിലേക്ക് വേഗം ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. പ്രജന ഒരു BGM കൊണ്ട് പോലും പ്രേക്ഷകരുടെയൊക്കെ മനസ്സിലേക്ക് കടന്ന ഒരു സിനിമയായിരുന്നു പുഷ്പ. അല്ലു അർജുൻ, രശ്മിക മന്ദാന ഒക്കെയുള്ള. അപ്പൊ ഈ പുഷ്പ 2വിന്റെ റിലീസ് നമ്മൾ കേട്ടതാണല്ലോ. അപ്പൊ ഈ റിലീസ് സമയത്ത് ആ തിയേറ്ററിൽ, ഹൈദരാബാദിലെ തിയേറ്ററിൽ ഇതിന്റെ സംവിധായകനായ സുകുമാറും അല്ലു അർജുനും എത്തുന്നു. അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടാവുന്നു. ആ തിക്കും തിരക്കിലും പെട്ട ഒരാൾ മരിക്കുന്നു. ദുഃഖകരമായ ഒരു വാർത്തയാണത്. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് ഈ സംഭവം ഉണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ടൊരു സ്ത്രീ മരണം സംഭവിക്കുന്നു. കുട്ടികൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് നമുക്ക് അറിയണം. അവിടെ നിന്നും ബംഗളൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, അൺഫോർച്ചുനേറ്റ് ആണ്, പക്ഷേ അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത്തരം വലിയ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ സ്വീകരിക്കേണ്ട മുൻകരുതലുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സ്റ്റാമ്പീഡ് ഡെത്ത് ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന തിക്കും തിരക്കും, അത് നമ്മൾ കേരളത്തിലടക്കം അത്തരം അപകടങ്ങൾ കണ്ടതാണ്. എന്താണ് ഇന്നലെ സന്ധ്യ തിയേറ്ററിൽ സംഭവിച്ചത് ഹൈദരാബാദിൽ? പ്രജിൻ, വലിയ ആവേശം കൊള്ളിച്ചാണ് തെന്നിന്ത്യയിൽ പുഷ്പ 2 റിലീസിനെത്തിയിരിക്കുന്നത്. ആ ആവേശം പക്ഷേ അതിര് കടന്ന കാഴ്ചയാണ് ഇന്നലെ രാത്രി നമ്മൾ ഹൈദരാബാദിൽ കണ്ടത്. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് ഈ ദാരുണമായ, വളരെ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. അവിടെ ഇന്നലെ രാത്രി 11 മണിക്ക് പ്രീമിയർ ഷോ നിശ്ചയിച്ചിരുന്നു. ഈ പ്രീമിയർ ഷോ കാണുന്നതിന് വേണ്ടിയും അതിന്റെ ആവേശത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയും നിരവധിയായിട്ടുള്ള ആരാധകരാണ് അവിടെ ഒത്തുചേർന്നത്. ഇവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ പോലീസിന്റെയും വലിയ വിന്യാസമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനിടെ അപ്രതീക്ഷിതമായാണ് അല്ലു അർജുനും അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ സംവിധായകനും അല്ലു അർജുൻ കുടുംബസമേതമാണ് ഈ സന്ധ്യ തിയേറ്ററിലേക്ക് സിനിമ കാണുന്നതിന് വേണ്ടി എത്തിയത്. അല്ലു അർജുൻ എത്തിയ ഘട്ടത്തിലാണ് ആരാധകർ വലിയ തോതിൽ ഈ തിയേറ്ററിലേക്ക് ഇരച്ചു കയറുന്നതിന് വേണ്ടി ശ്രമം നടത്തിയത്. അതിനിടെ പോലീസ് അത് തടയാൻ ശ്രമിച്ചു. പോലീസും
ഈ ആരാധകരും തമ്മിൽ വലിയ രീതിയിൽ ആദ്യഘട്ടത്തിൽ ഉന്തും തള്ളും ഉണ്ടായി. അത് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു. പോലീസ് ഇവരെ ആരാധകരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒടുവിൽ ലാത്തി വീശേണ്ട സാഹചര്യമുണ്ടായി. അതിനിടെയാണ് ലാത്തി ചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിനിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് ഒരു സ്ത്രീയുടെ മരണം സംഭവിച്ചത്. ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള 39 വയസ്സുള്ള രേവതിയാണ് മരിച്ചത്. അവരെ ഈ തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സമീപത്ത് ഒരു ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ കൊണ്ടുപോയി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. 2 കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവർ നേരത്തെ തന്നെ ഇത്തരം ഈ തിരക്കുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുള്ള നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അല്ലു അർജുൻ പെട്ടെന്ന് വന്നപ്പോഴുണ്ടായ ഈ ആരാധകരുടെ വലിയ ആവേശം, അതാണ് ഇത്തരത്തിലൊരു ഈ സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് എന്തായാലും പറയുന്നത്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് അത് ഉണ്ടാക്കിയത്. മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് തെലങ്കാനയിൽ മാത്രമല്ല, ഈ ആന്ധ്രയിലും കർണാടകയിലൊക്കെ ഈ പുലർച്ചെയുള്ള ഷോകളൊക്കെ നിശ്ചയിച്ചിരുന്നു. പക്ഷേ കർണാടകയിൽ 3 മണിക്ക് ആണ് ആരാധകരുടെ പ്രത്യേക ഷോ നിശ്ചയിച്ചത്. പക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. നമുക്കറിയാം തെലുങ്ക് സിനിമകൾ ഒരു അല്പം അതിഭാവുകത്വമുള്ളതാണ്, താരാരാധന ഒരുപാട് കൂടുതലാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ താരത്തെ കുടുംബത്തോടൊപ്പം കണ്ടപ്പോൾ ഉണ്ടായ ഒരു ആവേശം, പോലീസുമായി അതിനു മുൻപ് നടന്ന തർക്കം, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരാളുടെ ജീവൻ അപഹരിച്ചു. കുഞ്ഞുങ്ങളടക്കം നിരവധി പേർ കുഴഞ്ഞു വീണു എന്ന വാർത്ത ഇവിടെ നിന്ന് വരുന്നുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. കൂടുതൽ റിപ്പോർട്ടുകൾ നമുക്ക് വരാനുണ്ട്. ഇവിടെ നമ്മുടെ മോർണിംഗ് വാക്ക് നമ്മളിങ്ങനെ തുടരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ചിറ്റേക്കര ബണ്ട് റോഡിലാണ്. നമ്മളെ മോർണിംഗ് വാക്ക് ഏതാണ്ട് ഒരു 10-200 മീറ്റർ പിന്നിടുകയാണ്. അപ്പോൾ രസകരമായ നല്ല മനോഹരമായ കാഴ്ച അത് ഏതാണ്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക് കണ്ട് തുടങ്ങിയിട്ടുണ്ടാകും. കുറെ പ്രേക്ഷകർ പറയുന്നു നല്ല ഇരുട്ടാണ്, എന്താണ് ടോർച്ച് എടുത്ത് ഇറങ്ങിക്കോ മക്കളെ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ അതെ. അതുപോലെ തന്നെ നമ്മുടെ ആൽഫ ഒരു ലോകതത്വം പറയുന്നുണ്ട്. കൃത്യനിഷ്ഠ ഉള്ളവർ സത്യം പറയും, സത്യം പറയുന്നവർ എപ്പോഴും യുവാക്കളായിരിക്കും. അപ്പൊ നല്ല പങ്ക്ച്വാലിറ്റി ഉള്ളവർക്ക്, കൃത്യസമയം പാലിക്കുന്നവർക്ക് യൗവനം ഉണ്ടാകുമെന്നാണ്. അപ്പൊ അങ്ങനെയല്ലേ ഈ സീക്വൽ ടു പറഞ്ഞു. ഗുഡ് മോർണിംഗ് പ്രജിൻ ക്രിസ്റ്റി എന്ന് പറയുന്നുണ്ട്. ഷാനു ഗുഡ് മോർണിംഗ് പ്രജി ക്രിസ്റ്റി, എല്ലാം അങ്ങനെ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അങ്ങനെ മോർണിംഗ് വാക്കിന് നമ്മുടെ പ്രേക്ഷകർ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഒരുപാട് പേർ വാക്ക് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ചേച്ചി സൂമ്പ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. സീന മുഹമ്മദ് വാഷിംഗ് മെഷീന്റെ അടുത്ത് നിന്ന് ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. മലബാർ വാലിയുടെ കമന്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കൃഷ്ണകുമാർ ടി, ആൽഫ ദിസ്, ടൈറ്റസ് എബ്രഹാം, അലക്സ് എൻ രാജു, സ്റ്റാമ്പർ, ആൽഫ, അങ്ങനെ ഒരുപാട് പേരുടെ കമന്റ്സ് ഉണ്ട്. പോകെ പോകെ നമുക്ക് കമന്റ്സ് വായിക്കാം. അപ്പോൾ നമ്മൾ ഈ ആൽഫയുടെ തത്വം പറഞ്ഞപ്പോൾ, അതായത് കൃത്യനിഷ്ഠയുള്ളവർ സത്യം പറയും, അവർ യൗവനമായി ഇരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ PCR-ൽ നിന്ന് സനൂപ് കെ വി പറയുന്നു കൃത്യനിഷ്ഠയുള്ളവർ കൃത്യസമയത്ത് ബ്രേക്കും എടുക്കും. അപ്പോൾ നമ്മോടൊപ്പം ഒരു ശുനകൻ ഇന്ന് വീണ്ടും കൂടിയിട്ടുണ്ട്. വരുന്നുണ്ട് കൂടെ. അപ്പോ മോർണിംഗ് വാക്ക് തുടരുകയാണ്. നമ്മൾ നടന്നിങ്ങനെ പോകുന്നു. നിങ്ങൾ നമ്മളോടൊപ്പം പ്രിയ പ്രേക്ഷകരുണ്ട് എന്നറിയാം, നടന്നു തുടങ്ങിയിട്ടുണ്ടാവും എന്നറിയാം. അതെ, മനോഹരമായ കാഴ്ചകളുണ്ട്. ഹസീന ഷാജിയുടെ ഒരു റിക്വസ്റ്റ് പെട്ടെന്ന് വായിച്ചു പോകാം. ഞങ്ങളുടെ ടീച്ചറായ എന്റെ മക്കളുടെ അമ്മയായ രാജമ്മ ടീച്ചറിന്റെ 80ാം പിറന്നാളാണ് ഇന്ന്. ആശംസ പറയുമോ? അപ്പോൾ ജന്മദിനാശംസകൾ. ഒരുപാട് നാള് വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനിടയാവട്ടെ. അപ്പോ പ്രജുനുമായിട്ട് കൂടുതൽ സൗഹൃദത്തിനാണ് ഒരു സൗഹൃദം ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് വാർത്തയിലേക്ക് പോകാം. പ്രജുൻ കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഡിപ്പോയിൽ ഡീസൽ ചോർന്ന സംഭവത്തിൽ ഇന്ന് വിശദമായ പരിശോധന നടക്കും. സംഭവത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ കലക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പ്ലാന്റ് അധികൃതരോട് ആരോഗ്യവകുപ്പിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മിഥിലയുണ്ട്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നത്. മിഥില, ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ്, ബാരൽ കണക്കിന് ഡീസലാണ് അവിടുത്തെ നാട്ടുകാർക്ക് ശേഖരിച്ചത്. അപ്പൊ ഈ ചോർച്ചയ്ക്കുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്നൊക്കെയുള്ള ഒരു വിശദീകരണം അത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? അതിലൊരു അന്വേഷണം നടക്കണം, ഒരു പരിശോധന വേണം, ഇതൊക്കെ വേണം. അപ്പോൾ ആദ്യം എന്താണ് ഇതിൽ സംഭവിച്ചത്? അപ്പോൾ തന്നെ ഇന്നത്തെ മറ്റ് നടപടിക്രമങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? ഇതില ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. ഞാനിപ്പോൾ ഉള്ളത് ആ ഒരു സ്ഥലത്താണ്. ഇന്നലെ വൈകിട്ട് 3:30-4 മണിയോടെയാണ് ഇത്തരത്തിൽ ഇന്ധനം ചോർന്നതായി നാട്ടുകാർ സംശയം പറഞ്ഞത്. തുടർന്ന് അധികൃതർ എത്തി ഇത് പരിശോധിച്ചു. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത്.
700 ലിറ്റർ ഇന്ധനം പുറത്തേക്ക് പോയി എന്നാണ് ഒരു പ്രാഥമികമായ കണക്ക്. പക്ഷേ ഇത് കൃത്യമല്ല. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ ഇന്ധനം നിറച്ച, അതായത് പുറത്തേക്ക് ഒഴുകിയ ഇന്ധനം ഊറ്റിയെടുത്തിയ ഓടയിലൂടെയെല്ലാം പുറത്തേക്ക് വന്ന ഇന്ധനം ഇപ്പോൾ വലിയ ബാരലുകളിലാക്കി അത് ഈ IOCയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്ന ഒരു വലിയ ക്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഇന്നലെ തന്നെ ഇത്തരം നിരവധി ബാരലുകളിൽ നാട്ടുകാരും ഫയർഫോഴ്സും ഈ കമ്പനി അധികൃതരെല്ലാം ചേർന്ന് ഈ ഇന്ധനം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇന്ധനമാണ് ഇപ്പോൾ വലിയ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇതിൻ്റെ കമ്പനിയിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഓവർഫ്ലോ എന്ന ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് കമ്പനി അധികൃതർ ഉള്ളത്. എന്നാൽ അത് എങ്ങനെ വന്നു, ഇത്തരം ഒരു ഓവർഫ്ലോ ഉണ്ടാവുന്നത് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം ഇല്ലേ, ആ ഒരു സംവിധാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ച വന്നിട്ടുണ്ടോ, അത്തരം പരിശോധനയാണ് ഇന്നുണ്ടാവുക. മന്ത്രി AK ശശീന്ദ്രൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കലക്ടറോട് വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ ഇന്ന് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുരന്ത നിവാരണം, ഒപ്പം തന്നെ ആരോഗ്യം, മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇവരുടെ നേതൃത്വത്തിൽ, ഈ 3 വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംയുക്തമായ ഒരു പരിശോധന തന്നെയായിരിക്കും ഇന്ന് ഉണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഭീതിജനകമായ ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ 3:30 മുതൽ ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നത്. കാരണം ഈ ഇവിടുത്തെ ഒരു ഏറെ ജനവാസ മേഖലയാണ് ഈ ഒരു പ്രദേശം എന്നത് ഏറെ കാലമായി നാട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഇന്ധന ചോർച്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം പരാതികളുമായി അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം കൃത്യമായ ഒരു പരിഹാരം ഇതിലുണ്ടായിട്ടില്ല. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയാണ്. ഇത്രയധികം ഇന്ധനം ചോർന്ന ഒരു സംഭവം ഇതിനു മുന്നേ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇവരുടെ സമീപത്തുള്ള വീടുകളിലെ കിണറുകളിലും തൊട്ടടുത്ത് കടലാണ്, അങ്ങോട്ടെല്ലാം തന്നെ ഈ ഇന്ധനം പരന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇതുതന്നെയാണ് ഇവിടെ നിന്നും നൽകാനുള്ള ഏറ്റവും പുതിയ കാഴ്ച എന്നത്. വലിയ ബാരലുകളിൽ ഈ ഇന്ധനം ഊറ്റിയെടുത്ത്, അതായത് പുറത്തേക്ക് ഒഴുകിയ ചോർന്ന ഇന്ധനം ഇത്തരത്തിൽ വലിയ ബാരലുകളിൽ നിറയ്ക്കുന്നു, എന്നിട്ട് അത് ഇവിടെ നിന്നും മാറ്റുന്നു. ഇന്നലെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ശരി മിഥില, എന്തായാലും ആ സംയുക്ത പരിശോധന നടക്കട്ടെ. ഈ പറയുന്നത് പോലെ അവരുടെ കിണറുകളും അവിടെയുള്ള കടലും ഒന്നും ഇതുപോലെ മലിനമാകാതിരിക്കട്ടെ, അതിന് വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ നമ്മൾ നേരെ കോഴിക്കോട് നിന്ന് പോകുന്നത് മുംബൈയിലേക്കാണ്. അവിടെ മഹാചടങ്ങ് ശേഷം മഹാരാഷ്ട്രയിൽ ഒരു തീരുമാനം എത്തിയിട്ടുണ്ട്. അവിടുത്തെ പുതിയ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് വരുന്നു. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അപ്പോൾ ആ സമവായം ഉണ്ടായത് എങ്ങനെയാണ്? അവിടെ 3 പേരുടെ പേരിലാണല്ലോ നമ്മൾ നേരത്തെ വരുന്നത് കേട്ടത്. ഫട്നാവിസിന്റെ പേര്, അജിത് പവാറിന്റെ പേര്, ഏക്നാഥ് ഷിൻഡെ. ഏറ്റവും ഒടുവിൽ തീരുമാനങ്ങൾക്കെല്ലാം ഒടുവിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മറ്റു 2 പേർ, നേരത്തെ പറഞ്ഞ അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ചടങ്ങ് അതൊരു പ്രൗഢ ഗംഭീരമായ ചടങ്ങായിരിക്കും. NDAക്ക് ഈ പറയുന്നത് പോലെ ഒരു വലിയ ഒരു പുഷ് ഉണ്ടാക്കുന്ന ഒരു ഡിസിഷനാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായതാണ്. അതെ, ശ്രീനാഥ് ചന്ദ്രന്റെ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, വെരി 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 ഗുഡ് മോർണിംഗ്. ഒരു രാഷ്ട്രീയ ചാണക്യൻ എന്ന നിലയിൽ മഹാരാഷ്ട്രയിൽ കാണപ്പെടുന്ന ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകുന്നു. ഉപമുഖ്യമന്ത്രിമാരായി 2 പേരുണ്ട്. ഇന്നൊരു മഹാസത്യപ്രതിജ്ഞയാണല്ലോ അവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് ഏത് രീതിയിലായിരിക്കും നടക്കുക? പ്രധാനമന്ത്രി അടക്കം വരുന്നുണ്ടല്ലോ. മഹായുതിയുടെ മഹാസത്യപ്രതിജ്ഞ. തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ്. മുംബൈ CST റെയിൽവേ സ്റ്റേഷന് എതിർവശത്തായാണ് ഈ ആസാദ് മൈതാൻ ഉള്ളത്. അവിടെ ഏതാണ്ട് 40,000-ഓളം പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ കൂറ്റൻ പന്തൽ ഇതിനോടകം തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. 4,000-ഓളം പോലീസുകാരെയാണ് മൈതാനത്ത് മാത്രം സുരക്ഷയ്ക്കായി നിയോഗിക്കുന്നത്. VVIPകളുടെ ഒരു നീണ്ട നിര, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഏതാണ്ട് 2,000-ലധികം VVIPകളെയാണ് പരിപാടിയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു വലിയ സംഭവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങൾ ഏതായാലും മുംബൈയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇന്നലെ ഉച്ചയോടെ മാത്രമാണ് ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ആ കാര്യത്തിൽ ഉണ്ടാവുന്നത്. ഏതായാലും ദേവേന്ദ്ര ഫട്നാവിസിന് 3ാമതൊരു ടേം കൂടി കിട്ടുകയാണ്. 2014 അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയാവുന്നത്. 2019 കുറച്ച് മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന മുഖ്യമന്ത്രി പദം, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം ആ കസേരയിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഒപ്പം ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും അദ്ദേഹത്തോടൊപ്പം ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. ഏക്നാഥ് ഷിൻഡെ നേരത്തെ കടുത്ത എതിർപ്പ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുന്നതിൽ രേഖപ്പെടുത്തിയതാണ്. ചർച്ചകളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നതാണ്. പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് അദ്ദേഹത്തിനു മേൽ വലിയ സമ്മർദ്ദമുണ്ടായി എന്നതാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് മേൽ ചെലുത്തിയതോടെയാണ് അദ്ദേഹം വഴങ്ങിയത് എന്നതാണ് ഏറ്റവും ഒടുവിലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ വകുപ്പുകൾ, ഈ മന്ത്രിസഭയിലുള്ള മുന്നണികൾക്ക് എങ്ങനെയാണ് വകുപ്പ് വിഭജനം നടക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി, സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ വിശദാംശങ്ങളുമായി എത്തുക ശ്രീനാഥ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് വേഗം ഈ ഫട്നാവിസ് എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയൊരു മിന്നുന്ന വിജയം നേടിയതെന്ന് അറിയണം. മിന്നുന്ന വിജയത്തിലൂടെ മുഖ്യമന്ത്രി കസേരയിൽ വീണ്ടും എത്തുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ്.
ബിജെപിയുടെ രണ്ടാം തലമുറ നേതാക്കളിൽ പ്രധാനിയായി മാറുകയാണ് ഇതോടെ ദേവേന്ദ്ര ഫട്നാവിസ്. അമിത്ഷാ കഴിഞ്ഞാൽ ബി.ജെ.പിയിൽ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഫാക്ടറിയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. മഹാരാഷ്ട്രയിൽ അടിപതറിപ്പോയ പാർട്ടിയെ ത്രസിപ്പിക്കുന്ന തരത്തിൽ വിജയത്തിന്റെ പരകോടിയിലെത്തിച്ച കൂർമ്മബുദ്ധി. ആ വൻ വിജയം ഏറെക്കുറെ ഫട്നാവിസ് ഒറ്റയ്ക്കും നേടിയതാണ്. ലോക്സഭയിലെ ദയനീയ പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത ശേഷമായിരുന്നു ഫട്നാവിസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോദയിലിറങ്ങിയത്. RSSലൂടെ പൊതുപ്രവർത്തന രംഗത്ത് RSS ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിലെ മേയർ സ്ഥാനത്തെത്തുമ്പോൾ പ്രായം 27. 2014 മഹാരാഷ്ട്രയിലെ ആദ്യ BJP മുഖ്യമന്ത്രി. 2019 ശിവസേന തെറ്റിപ്പിരിഞ്ഞപ്പോൾ NCPയെ പിളർത്തി സർക്കാരുണ്ടാക്കി. പക്ഷേ 5 ദിവസത്തിനുള്ളിൽ രാജി. മഹാസഖ്യ സർക്കാരിനെ 2 വർഷം ഭരിക്കാൻ വിട്ട് ഫട്നാവിസ് അണിയറയിൽ തന്ത്രങ്ങളൊരുക്കി. ആദ്യം ശിവസേനയെ പിളർത്തി, പിന്നാലെ NCPയെ അടപടലം തകർത്തു. മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ച ഫട്നാവിസിനോട് കാത്തിരിക്കാനായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ഉപമുഖ്യമന്ത്രിയായിരുന്ന് ഏക്നാഥ് ഷിൻഡെയെ നിയന്ത്രിച്ചു ഫട്നാവിസ്. പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ കൂടുതൽ ആശ്രയിക്കാതെ RSSന്റെ തണലിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം. ജാതി സമവാക്യങ്ങളിൽ കൃത്യമായ ആസൂത്രണം. അവസാന നിമിഷം നടപ്പിലാക്കിയ ജനകീയ പദ്ധതികൾ. ലോക്സഭാ വിജയത്തിന്റെ ആത്മവിശ്വാസം മഹാസഖ്യത്തെ ചതിച്ചപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് ജയന്റ് കില്ലറായി. പിണങ്ങി നിന്ന ഏക്നാഥ് ഷിൻഡെയെ അനുനയിപ്പിച്ച് വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക്. മോദിക്കും അമിത്ഷായ്ക്കും ശേഷം BJPയിൽ ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി ഉയർന്നുവരുന്ന നേതാവാണ് ദേവേന്ദ്ര ഫട്നാവിസ്. റിസർച്ച് ഡെസ്ക് 24. അനാദികാലം മുതലേ അജ്ഞാത കാമുകനകലേ ഏകാന്തതയുടെ മൗനഗാനമായി ഏതു കാമുകിയെ കാത്തിരിപ്പു. ഏകാന്തതയുടെ മൗനഗാനമായി ഏതു കാമുകിയെ കാത്തിരിപ്പു. അപാര സുന്ദര നീലാകാശം അനന്തതേ നിൻ മഹാസമുദ്രം. അപാര സുന്ദര നീലാകാശം. അടിപൊളി അടിപൊളി. നല്ല ആകാശം, മനോഹരമായ ഭൂമി, ഹരിതാഭ, പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഞങ്ങൾ ആ സ്വച്ഛ സുന്ദരമായ പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മനോഹരമായ വരികളാണിത്. അതെ, പുകഴേന്തിയുടെ സംഗീതം, ദാസ് സാറിന്റെ ആലാപനം എല്ലാം കൊള്ളാം. പക്ഷേ ഇതിന് ശേഷം പ്രേക്ഷകരോട് പ്രേക്ഷകരോട് ആ കാമുകി ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം ലാസ്റ്റില്, ഏറ്റവും അവസാനം. നമുക്ക് ഝാർഖണ്ഡിലേക്ക് പോവാം. ഝാർഖണ്ഡ് മന്ത്രിസഭയിലേക്ക് ഇന്ന് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. 2 വനിതകൾ ഉൾപ്പെടെ 10 മന്ത്രിമാരാണ് റാഞ്ചിയിലെ രാജ്ഭവനിൽ ഉച്ചയ്ക്ക് 12:20 സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. JMMൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഓരോ വനിതകൾ മന്ത്രിമാരായി. JMMന് 7ഉം കോൺഗ്രസിന് 4ഉം RJDക്ക് 1 മന്ത്രിസ്ഥാനവുമാണ് നൽകിയിരിക്കുന്നത്. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണത്തിൽ അനിശ്ചിതത്വം ഉടലെടുത്തിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ വാർത്തകളുണ്ട്. ഒപ്പം പുതിയ പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അതിലേക്കൊക്കെ നമ്മൾ വരാം.